ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ മീനഭരണിക്ക് പോകണുണ്ടോ, ഉത്സവമാണ് ഞങ്ങളുടെ അമ്പലത്തിലെ. അപ്പോൾ ഞാൻ ചേട്ടനും പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്, പണിയിലെ കഴിഞ്ഞ് ഏകദേശം അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോഴും നമ്മൾ തിന്നാൻ സമയമാകുമ്പോൾ എത്തും എന്നാണ് പൊതുവെ എങ്ങനെ തന്നെയാണ്. പിന്നെ കടുവറ പരിപാടികളാണ് എനിക്ക് ഇത്തിരി ഉള്ളത്. അച്ഛൻ അവിടെ വെളിയിലിട്ടാണ് ഇന്നിപ്പോൾ ചോറൊക്കെ വെച്ചത്. അപ്പോൾ അത് എന്തോ മുരിക്കുന്ന പരിപാടിയാണ് അച്ഛന് കിട്ടിയ ജോലി കേട്ടോ. അപ്പോൾ എനിക്ക് കടുവറയാണ് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാറുവിനെ പറഞ്ഞ് നൈസായിട്ട് കറിവേപ്പില എടുക്കാനൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആറും ഇടുന്ന അച്ഛനായിട്ട് റോളുമാണ്. അച്ഛൻ ആരുടെയും ഒരാളുടെ വീഡിയോ എടുത്താൽ ആളുടെ മാത്രമേ എടുക്കത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് പാറുവിൻ്റെ അടുത്ത്, പാറു അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ കടുവറ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായി നിന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഓടിപ്പോയിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ നിന്നാൽ മതി കേട്ടോ, ദൂരോട്ടൊന്നും പോകണ്ട. നമ്മുടെ ഇതിൽ തന്നെയാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ രാവിലെ 101 വലം പോകുന്നതാണ് എല്ലാ വർഷവും. അപ്പോൾ അത് കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആകുമ്പം എല്ലാ വർഷവും അങ്ങനെയാണ് കാളയൊക്കെ പിടിക്കുന്നത്. ഉച്ചയൊക്കെ നമ്മൾ ജസ്റ്റ് ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് കാളയൊക്കെ പിടിച്ച് തുടങ്ങുന്നതാണ്. ഈ പ്രാവശ്യം പൊതുവെ എല്ലാം ലേറ്റായിരുന്നു. ഇഞ്ചിക്കറി, അവിയൽ, പിടിച്ചു കൊടുത്തേ കാറു, എന്നിട്ട് തന്നെ കാറു, പച്ചടി, തോരൻ, പുളിശ്ശേരി, പിന്നെ നമുക്ക് ചട്ടിക്കകത്ത് മീൻ വരാല് കറി, വരാല് പെരട്ടി വെച്ച്. അടുത്തത് നമ്മുടെ മെയിൻ സാധനം ഇത് നമ്മുടെ ബീഫ് മീൻ തോമൻ, പപ്പടം മറക്കാൻ പോകും. ഇപ്പോൾ കാശിയുടെ 2 കൂട്ടുകാരോട് ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡൊക്കെ കഴിച്ച് മാറിയിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ തന്നെ കറണ്ടൊക്കെ പോയി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി ആകെ ചൂടെടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. വെളിയിൽ കസേര ഇട്ടിരിക്കുന്ന അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പരിപ്പും സാമ്പാറും ഒക്കെ ഞാൻ കറികളുടെ കൂട്ടത്തിൽ കാണിക്കാൻ മറന്നുപോയി. അതൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇപ്രാവശ്യം വിഭവ സമൃദ്ധമായിട്ടാണ് മരുമോൻ വരുന്നത് പ്രമാണിച്ചിട്ട് കറികളൊക്കെ വെച്ചത്. അപ്പോൾ ചേട്ടാ എല്ലാ വർഷവും അങ്ങനെ ഉത്സവത്തിനൊന്നും ഇപ്പോൾ വരാറില്ല. കാരണം മിക്കവാറും എല്ലാ വർഷവും അങ്ങനെ ഞായറാഴ്ചകളിലൊന്നും ആയിരിക്കത്തില്ല ഉത്സവം. ഇപ്രാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കടയടവാണ്. അതുകൊണ്ടാണ് ചേട്ടൻ വന്നത് കേട്ടോ. എന്നിട്ട് ഞാനും ചേട്ടനോട് നേരെ കാളയൊക്കെ കാണാൻ പോയിട്ട്, നമ്മുടെ അവിടെ നിന്ന് പോകുന്ന കാളകളൊക്കെ ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ ഓരോ കാളയുടെയൊക്കെ ഫ്രണ്ടിൽ പോയിട്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കാളയെ കാണാമെന്നുള്ള ഉദ്ദേശമുണ്ട്. ചിലതിനെയൊക്കെ നമ്മൾ മിസ്സായിട്ടുണ്ട്. കാരണം വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെയൊക്കെ വേറെ ഇടത്തൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഒത്തിരി വർഷങ്ങളായില്ല ഇങ്ങനെ ഈ സമയത്തൊക്കെ ഉത്സവത്തിന് പോകും. ജസ്റ്റ് അവിടെ നിന്നിട്ട് ഉത്സവം കാണും, അമ്പലത്തിൽ പോകും, തിരിച്ചു പോരും എന്നല്ലാണ്ട്. ഇപ്പം എനിക്ക് ആ നാടുമായിട്ട് വലിയൊരു ബന്ധമൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് ഭയങ്കര നൊസ്റ്റൊക്കെയാണ് ഈ ഒരു സമയത്ത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് ഉത്സവം കൂടിയതൊക്കെ. ഇപ്പം ഞാനും ചേട്ടനോട് അടുത്തത് ഒരു ചെടിയുടെ ഇവിടെ വന്നു കേട്ടോ. ചെടി വാങ്ങാനുള്ള ഉദ്ദേശത്തിനൊന്നുമല്ല, ആ വഴി ജസ്റ്റ് പോയപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പം നമുക്ക് ഒരു പ്ലാവിൻ്റെ തൈ വേണമെന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട്. അവിടെ ഭയങ്കര വെയിലാണ്, കുറച്ച് തണലും കിട്ടുമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ നമ്മൾ 2 വീലറിൽ പോയതുകൊണ്ട് തന്നെ അത് കൊണ്ടുവരാൻ വലിയ പാടാണ് കേട്ടോ. നമ്മൾ തിരിച്ച് വന്നപ്പോൾ തന്നെ 101 വലം പോയിട്ടുണ്ട് കേട്ടോ. അതൊരു ഏകദേശം ഒരു 3-3:30 ആയെന്ന് തോന്നുന്നു. എല്ലാ വർഷം പണ്ടൊക്കെ ഇത് രാവിലെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം അത് ഒത്തിരി ലേറ്റ് ആയിപ്പോയി.
മുല്ലപ്പൂ ഇത് മൊത്തം ആകാശത്ത് ഇരിക്കുന്ന മുല്ലപ്പൂ. നൂറ്റൊന്നുകാലം പോയി. പിന്നെ നമ്മുടെ കാളെ പിടിച്ച് കുറച്ച് മുക്കിന് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒരു പൂച്ചക്കുഞ്ഞ് വള്ളിക്കകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ അതിനെ എടുത്തൊക്കെ വിട്ടിട്ട് പിന്നെ നമ്മൾ മുല്ലപ്പൂ പറിക്കലായി നമ്മുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ മുല്ലപ്പൂവിൻ്റെ മേലെ കുറച്ച് നേരം നോക്കി വായി നോക്കിയൊക്കെ നിന്ന് വെള്ളം ഇറക്കിയപ്പോൾ അതിലൂടെ വന്നിട്ട് കുറച്ച് കമ്പ് ഒടിച്ചിട്ട് അല്ലാതെ നമുക്ക് വിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ആ തണ്ട് വീട്ടിൽ കൊണ്ട് നട്ട്. അങ്ങനെ ഘോഷയാത്ര എല്ലാം പോയപ്പോൾ തന്നെ ഒരു 7 മണി ആയിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ 8-8:30 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും പാറും കൂടാണ് വന്നത്. കാശി നേരത്തെ അങ്ങ് വീട്ടിൽ പോയിട്ടോ, നമ്മുടെ അവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അവൻ കൂട്ടുകാരുടെ കൂടെ തന്നെ അവൻ അങ്ങ് തിരിച്ചു പോയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പാറും കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചാൽ ചേട്ടൻ നൊസ്റ്റ് മേടിച്ചിട്ട് ഐസ് മതിയെന്ന് പറഞ്ഞൊക്കെ വാങ്ങിക്കേണ്ട. പിന്നെ അമ്മയ്ക്ക് പച്ചക്കറി അരിഞ്ഞ് കൂട്ടിയത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഓരോ പാഴ്സൽ വാങ്ങി. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഈ കടകളിലൊക്കെ കയറിയിട്ട് സ്ലൈഡ് വേണം, കമ്മൽ വേണം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. എങ്കിലും കമ്മലൊന്നും ഞാൻ ആ സെക്ഷനിലോട്ട് നോക്കാനേ പോയില്ല കേട്ടോ. അങ്ങനെ നിന്ന് നമുക്ക് സമയം പോകുന്നുള്ളത് കൊണ്ടാണ്. 10 മണിയായി ഏകദേശം അന്നേരം തന്നെ. അപ്പോഴും ആൾച്ചോട്ടി വന്നിട്ടുണ്ടോ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ഇങ്ങനെ മൈതാനത്തോട്ട് കയറി വരാൻ കുറേ സമയം എടുക്കത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ പോകുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.